summary of yesterday's discussion. So we started the idea of 2D arrays. Okay, 2D arrays are used to deal with tables or matrices, and we have said that how one can declare a 2D array. Okay, then how can someone initialize a 2D array? So we have several methods to initialize a 2D array, and one second. Yeah, we have several methods to initialize a 2D array. So I have shown you different variants of the initialization. Yeah, so we can completely initialize just in a single curly bracket, or we can put a separate curly bracket for each of the rows. And if we are initializing with the curly brackets or the pair of curly brackets inside the main curly bracket, that will be corresponding to the number of rows of the 2D array. So, or a 2D array. So you do not want to specify the number of rows. Then we can uninitialize certain values in each row. So if it is uninitialized, then those values would be automatically treated as 0. Okay. Then we have seen how one can read a 2D array, how one can write one 2D array. Okay. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ പ്രോബ്ലം ആയത് ഞാൻ അസൈൻമെന്റ് തന്ന ക്വസ്റ്റ്യൻ പലരും സോൾവ് ചെയ്ത സമയത്ത് കുറച്ചുപേര് സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ വന്ന മെയിനായിട്ട് ഞാൻ കണ്ടൊരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു അറേ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഇൻഡിജർ അറേ ഇനീഷ്യലൈസ് ചെയ്യാം. നമ്മൾ അറേയുടെ ഒരു 1-2 പ്രോഗ്രാം തന്നിരുന്നു, ഒരു പ്രോഗ്രാം തോന്നുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഒരു അറേ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് നോട്ട് റൈറ്റ് സംതിങ് ലൈക്ക് എ ഓഫ് ഐ ഓർ എ ഓഫ് ജെ ഹിയർ. ഓക്കെ, അപ്പോൾ അറേ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എത്രയാണോ അതിന് മാക്സിമം പോസിബിൾ ആയിട്ട് വരുന്ന സൈസ് ആ നമ്പർ ആയിട്ട് തന്നെ ഇവിടെ കൊടുക്കണം. ഒരിക്കലും ഇവിടെ നിങ്ങളൊരു വേരിയബിൾ ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അത് ആദ്യം തന്നെ ഞാൻ പലരും യൂണിവേഴ്സിറ്റി എക്സാമിന് വരെ ആ മിസ്റ്റേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ് യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്ക്. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് 2D അറേ ഇനീഷ്യലൈസേഷനെ പറ്റി യാതൊരു ധാരണയില്ല എന്നത് മനസ്സിലാക്കി പറയുന്നത്. Okay, so if you are declaring a array or a 2D array, suppose that it is a 1D array, then you should write the size literally just like a number. ഇവിടെ നിങ്ങൾ എഴുതണം. അതുപോലെ നിങ്ങൾ ഇനി ഒരു മെട്രിക്സ് ആണ് നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ you have to write both the sizes. Okay, ഇവിടെ നിങ്ങൾ ഒരു 10x10 മെട്രിക്സ് ആണ്, you have to write 10 and 10. ഇവിടെ പോയിട്ട് നിങ്ങൾ I, J എന്നോ M, N എന്നോ R, C എന്നൊന്നും എഴുതി വെക്കരുത്. That is completely wrong. If you write that program into your online GDB or your compiler, then you will not get any result except the errors. Okay, അപ്പോൾ അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അതൊക്കെ ആ ഒരു മിസ്റ്റേക്ക് തന്നെ നിങ്ങളത് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ then you are good to go. കാരണം നമ്മൾ പേപ്പർ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇതുപോലത്തെ തെറ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ then we will have a bad impression that the student doesn't know anything about array declaration. So whatever you write after that, all those answers will have the reflection of this particular mistake. Okay, പിന്നെ നമ്മൾ ഒരു അറേ എങ്ങനെ റീഡ് ചെയ്യാം, അറേ റൈറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അറേ റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2D അറേ റീഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് 2 ഫോർ ലൂപ്പ് ഉണ്ടാവും. ഓക്കെ, ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻഡെക്സ് കൺട്രോൾ ചെയ്യണം, രണ്ടാമത്തെ ഫോർ ലൂപ്പ് രണ്ടാമത്തെ ഇൻഡെക്സ് കൺട്രോൾ ചെയ്യണം. ഇതെങ്ങനെയാണ് ഈ ഇൻഡെക്സ് വരുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമ്മൾ 2 അറേയുടെ സമ്മ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 2 അറേയുടെ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, that is how we can find the product of 2 matrices. Okay, how we can find the product of 2 matrices. Okay, അപ്പോൾ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ഉണ്ട് വിചാരിക്കുക. സപ്പോസ് ദാറ്റ് യു ഹാവ് എ മെട്രിക്സ് ലൈക്ക് എ. ഓക്കെ, എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 5/4 ആണ്. ഓക്കെ, ബിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ 3/6 ആണ്. അപ്പോൾ ഈ 2 മെട്രിക്സും കൂടി നിങ്ങളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ യു വിൽ ജസ്റ്റ് സേ ദാറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ള കണ്ടീഷൻ എന്താണ്, ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ മെയിൻ കണ്ടീഷൻ. ഓക്കെ, ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെയിം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏത് 2 മെട്രിക്സും വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ നമ്പറും അവിടെ ഒരു ഫാക്ടറേ അല്ല. ഓക്കെ, ദ നമ്പർ ഓഫ് റോസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് ആൻഡ് ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് ഡസൻറ്റ് മാറ്റർ, ബട്ട് ദ നമ്പർ ഓഫ് columns of the first matrix and the number of rows of the second matrix should be exactly the same. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ലോജിക്ക് പറയും, പിന്നെ പ്രോഗ്രാം പറയും. ഓക്കെ, ദാറ്റ് ഈസ് ദ സീക്വൻസ്.
അപ്പോൾ ഇവിടെ ഞാനൊരു മെട്രിക്സ് എടുത്തിട്ടുണ്ട് 1 2 3 4 5 6. So what is the dimension of this matrix? The matrix has got a dimension 2 by 3. Okay, 2 rows 3 column ulla matrix. And I have another matrix over here 1 2 3 4 2 3. Okay, എന്ന് വെച്ചാൽ 3 റോസും 2 കോളംസും തമ്മിലുള്ള ഒരു മെട്രിക്സ് ഉള്ളൊരു മെട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ നമ്പർ ഓഫ് റോ കോളംസും ഇതിന്റെ നമ്പർ ഓഫ് റോയും എന്താണ് സെയിം ആണ്. സോ ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, the multiplication is very much possible. Okay, now let's see how the multiplication is happening. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് എലമെന്റ് ഇപ്പം നിങ്ങൾക്കറിയാം ഒരു 2/3 മെട്രിക്സും ഒരു 2/3 മെട്രിക്സും ഒരു 3/2 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 3/2 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാം അതിന്റെ റിസൾട്ടിങ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2/2 മെട്രിക്സ് ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ 2/2 മെട്രിക്സിലെ ഓരോ എലമെന്റും കണ്ടുപിടിക്കുന്നതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ 2/2 മെട്രിക്സിലെ ഓരോ എലമെന്റും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ യു ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പ്രൊസീജിയർ. ഞാനിവിടെ ആ ഓരോ എലമെന്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ റോ എടുക്കും, 1 2 3 റോ എടുക്കും, എന്നിട്ട് ഈ കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ 1 × 1 + 2 × 3 + 3 × 2, അതാണ് ഞാൻ ഇവിടെ എഴുതി 1 × 1 + 2 × 3 + 3 × 2. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് എങ്ങനെ കിട്ടും, ഈ എലമെന്റ് എനിക്ക് എങ്ങനെ കിട്ടും, ഈ എലമെന്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ഫസ്റ്റ് റോ എടുക്കുക, സെക്കൻഡ് കോളം എടുക്കുക. ഓക്കെ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എടുത്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് വൺ ഓൾസോ. ഇത് നമുക്ക് മൂന്നാമത്തത് അല്ലെങ്കിൽ ഈ എലമെന്റ് അതായത് വെച്ചാൽ ഈ സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, ഈ കംപ്ലീറ്റ് റോ എടുക്കും, എന്നിട്ട് ഫസ്റ്റ് കോളം ആയിട്ട് മൾട്ടിപ്ലൈ. സോ യു വിൽ ഗെറ്റ് 4 × 1 + 5 × 3 + 6 × 2. സോ ദാറ്റ് ഈസ് റിട്ടൺ ഓവർ ഹിയർ. അതിനുശേഷം യു വിൽ ഹാവ് ദ സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് കോളം. ഓക്കെ, സോ 4 × 2 + 5 × 4 + 6 × 3. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റിട്ടൺ ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മെട്രിക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കും. സോ ഇഫ് യു ഡു ദിസ് യു ക്യാൻ സീ ദ റിസൾട്ട് ഈസ് 13 19 31 46. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ, അല്ലാതെ നമ്മളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പഠിക്കാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ആ ഐഡിയ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, സോ ഐ നോ യു ഓൾറെഡി നോ ദ ഐഡിയ ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സോ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീറ്റ്നെസ് ഐ എം ജസ്റ്റ് ഡിസ്ക്രൈബിങ് ഹൗ ദ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ആക്ച്വലി ഡൺ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ മെയിൻ ലോജിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, now let's see how this can be translated into program such that we can write a C program which receives two metrics and give us the result of the product of those two matrices. Okay, അപ്പോൾ ഞാൻ ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിളിൻ്റെ സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് കോളംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ മെട്രിക്സ് ഇതാണ്, എൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സ്, ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സ്. അത് രണ്ടും പ്രോഡക്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, സി കിട്ടുന്നുണ്ട്. ഓക്കെ, എയുടെ ഡയമെൻഷനാണ് ഇവിടെ എത്ര എടുത്തിട്ടുള്ളത്, എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി 2/3. ഓക്കെ, ബിയുടെ ഡയമെൻഷൻ എത്രയാണ്, ദാറ്റ് ഈസ് 3/2. ഇതിൻ്റെ റിസൾട്ടിങ് ഡയമെൻഷൻ എന്തായിരിക്കും, 2/2. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത്, ശ്രദ്ധിക്കുക, ഇത് പോയിന്റ് ഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഹൗ ക്യാൻ ഐ ഫൈൻഡ് C00. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ മെട്രിക്സിനും ഓരോ ഇൻഡെക്സ് ഉണ്ട് അല്ലേ. നമ്മളുടെ ഇതാണ് എൻ്റെ 0th റോ, ഫസ്റ്റ് റോ, 0th column, first column, second column. This is 0th row, first row, second row, 0th column, first column. This is 0th row, first row, 0th column, first column. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ് വരിക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ C00 എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എങ്ങനെ കാണും എന്ന് വെച്ചാൽ നമ്മൾ ഈ 13 എങ്ങനെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ എക്സാമിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 13 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ഈ ഫസ്റ്റ് റോ നമ്മൾ എടുത്തു അല്ലെ, A00, A01, A02, ഈ 3 എലമെന്റ്സ് ഞാൻ എടുത്തു. ഓക്കെ, അത് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, B00, B10, B20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. C00 എന്ന് പറഞ്ഞാൽ എന്താണ്, A00 മൾട്ടിപ്ലൈഡ് വിത്ത് B00 പ്ലസ് A01 മൾട്ടിപ്ലൈഡ് വിത്ത് B10 പ്ലസ് A02 മൾട്ടിപ്ലൈഡ് വിത്ത് B20. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ എനിക്ക് ജസ്റ്റ് പ്രോഗ്രാം അങ്ങ് പറഞ്ഞു പോയാൽ പോരെ എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ I'm really sorry. I just want you to understand how that logic has been generated or how that program has been written. Okay. അതിനു വേണ്ടി I am ready to spend time because if you understand it, that is the best reward for me. Okay.
അപ്പോൾ ഞാൻ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നതായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. I just want everyone to understand the logic behind the program. Okay. So C00 എന്ന് പറഞ്ഞതാണ് A00 B00 plus A01 into B10 plus A02 into B20. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് C00 എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ എലമെന്റിന്റെ വാല്യൂ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ 0th റോയും സെക്കൻഡ് മെട്രിക്സിന്റെ 0th കോളവും തമ്മിൽ എന്തായിരിക്കണം ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിന്റെ 0th അല്ലെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ റോയുടെ ഇൻഡെക്സ് എന്താണോ അതേ ഇൻഡെക്സ് ആയിരിക്കും എൻ്റെ റിസൾട്ടിന്റെ എന്തും റോയുടെ ഇൻഡെക്സ്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ആ പോയിന്റിലോട്ട് വരാം. ഇനി നിങ്ങൾ അടുത്ത എലമെന്റ് നോക്കാം, C01. അപ്പം ജസ്റ്റ് എല്ലാം ഈ വരച്ചതെല്ലാം റിമൂവ് ചെയ്യാം ഞാൻ. ഓക്കെ. നമുക്ക് അടുത്ത എലമെന്റ് ഏതാണ്? C01. C01 എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. C01 എന്ന് പറഞ്ഞ എലമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? C01 കാണണമെങ്കിൽ I will multiply A00, that is the first row, A00 with the multiplication is with the second column, അല്ലേ? So A00 B10, A01 B11, A02 B21. ഓക്കെ. എന്നാണ് അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ A00 B01, ഓക്കെ, A01 B11, A02 B21. ഓക്കെ. അപ്പോൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് എനിക്ക് ഈ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് അടുത്തത് എഴുതാവുന്നത് C10 എന്ന് പറഞ്ഞാൽ C10 എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് ആ എലമെന്റ് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടും? I will get A10, okay, A10 into B00, A11 into B10, then A12 into B20. Okay, so that is C10. Okay. Now what is C11? C11 in the value of നോക്ക്. C11 എന്ന് പറയുന്നതാണ് A10. What is A10? This one. Into B01. B01 എന്ന് പറഞ്ഞാൽ ഇത്. Okay. അടുത്തതാണ് A11 എന്ന് പറഞ്ഞാൽ ഇത്. That is multiplied with B11. Then A12 is multiplied with B21. A12 B21. Okay. So that is how the multiplication is happening. Okay. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നോർമൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ സി എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ പറഞ്ഞു. അപ്പോൾ സിയിൽ നമുക്ക് 4 എലമെന്റ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ സിയിൽ വരുന്ന നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ നമ്പർ ഓഫ് റോസ് ആണ്? എത്രയാണോ എൻ്റെ ഫസ്റ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് ഉള്ളത് അതായിരിക്കും എൻ്റെ സി എന്ന് പറയുന്ന മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് എന്ന്. ഓക്കെ. ഫസ്റ്റ് മെട്രിക്സിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് അത് തന്നെയാണ് ഇത് എൻ്റെ പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് റോസ്. ഓക്കെ. അതുപോലെ സെക്കൻഡ് മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ട് അത്രയും ആയിരിക്കും എൻ്റെ റിസൾട്ടന്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ. ആ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ. എന്ന് വെച്ചാൽ ഇത് ഒരു R1ഉം ഇത് C1 ആണെന്ന് വിചാരിക്കും. ഓക്കെ. അതുപോലെ ഇത് R2ഉം ഇത് C2 ആണെന്ന് വിചാരിക്കാം. ഇത് R2ഉം ഇത് C2 ആണെന്ന് വിചാരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ നമ്പർ ഓഫ് റോസ് എന്തായിരിക്കും? R1ഉം നമ്പർ ഓഫ് കോളംസ് എത്ര ആയിരിക്കും? C2 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ലോജിക്ക് എങ്ങനെ കിട്ടും നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സിയുടെ 0th റോ 0th കോളം എലമെന്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എയുടെ 0th റോ എന്ന് പറയുന്ന എയുടെ 0th റോയിലെ എലമെന്റ്സ് അടക്കുന്നത് എന്ന് വെച്ചാൽ ഈ എലമെന്റ്സ് അടക്കുന്നത്. അപ്പൊ എയുടെ 0th റോയുടെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഫസ്റ്റ് ഇൻഡെക്സും എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കാം, സിയുടെ 0th റോയിലെ 0th കോളം എലമെന്റ് നമ്മളിവിടെ കാണുന്നു. ഓക്കെ. അപ്പൊ സിയുടെ 0th റോ ജസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ. സിയുടെ 0th റോ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ എടുക്കുന്ന എയുടെ എലമെന്റ്സ് എല്ലാം എവിടെ നിന്നായിരിക്കും? 0th റോ തന്നെ ആയിരിക്കും. ഓക്കെ. അതുപോലെ സിയുടെ 0th റോ ഫസ്റ്റ് കോളം 0th കോളം എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ബിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0th കോളത്തിന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ. സോ യു ക്യാൻ സീ ദാറ്റ് ദീസ് നമ്പേഴ്സ് ആർ ദ സെയിം. ഓക്കെ. എന്ന് വെച്ചാൽ ഇത് 0 ആണെങ്കിൽ
എയുടെ ഫസ്റ്റ് ഇൻഡെക്സ് എല്ലാം എന്താണ് 0 ആണ്. അത് ഓബ്വിയസ് ആണ്, കാരണം നമുക്ക് സിയുടെ 0 പൊസിഷനിലുള്ള എലമെന്റ് കാണണമെങ്കിൽ ഞാൻ എയുടെ 0th റോ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ബിയുടെ 0th കോളം. അപ്പോൾ എന്ന് എടുക്കുന്ന എല്ലാത്തിന്റെയും റോ ഇൻഡെക്സ് എന്തായിരിക്കണം? ഇവിടുത്തെ ഫസ്റ്റ് ഇൻഡെക്സുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ കാണിച്ചു തരാം. ഈ നമ്പർ, അതായത് ഈ നമ്പർ ആയിരിക്കും എയുടെ എന്ത് പറയും, എയുടെ റോ നമ്പർ എന്ന് പറയും. ഇത് 0 ആണെങ്കിൽ ഇത് 0, ഇവിടെയും 0. ഓക്കെ, അതുപോലെ സിയുടെ ഈ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ബിയുടെ സെക്കൻഡ് ഇൻഡെക്സ് 0 ആയി വരുന്ന എല്ലാ എലമെന്റ്സും എടുക്കണം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ അടുത്ത് നോക്കിക്കോ. ഇത് C0 ആണ്, C01 ആണ്. അപ്പൊ ഞാൻ എന്ന് എടുക്കേണ്ട എപ്പോഴും എന്തായിരിക്കണം? 0th റോയിലെ എലമെന്റ്സ് ആയിരിക്കണം ഞാൻ എന്ന് എപ്പോഴും എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ കാണുന്നു. അപ്പൊ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ കിട്ടാൻ ഞാൻ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് എടുക്കണം. എന്ന് വെച്ചാൽ ഈ കോളത്തിലെ വാല്യൂസ് എടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ 1 തന്നെയായിരിക്കും എവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഈ 1 തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. ഇത് ഈ 1 തന്നെയാണ് ഇവിടെയും വരുന്നത്. സോറി, ദാറ്റ് ഈസ് A4P. ഇവിടെ വരുന്നത്, ഇവിടെയും വരുന്നത്. ഓക്കെ, നിങ്ങൾ അടുത്ത എലമെന്റ് നോക്കിയോ. ഇവിടെ നമുക്ക് C10 ആണ് കാണുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ 0th കോളവും നമ്മൾ എടുക്കണം. എയുടെ ഫസ്റ്റ് റോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ എന്ന് എടുക്കുന്ന എല്ലാ എലമെന്റിന്റെ റോ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ സിയുടെ 0th കോളം എലമെന്റ് നമ്മൾ എടുക്കുന്ന, അപ്പൊ അതോ ബിയുടെ കോളം എലമെന്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ സിയുടെ വാല്യൂ ഇവിടെ 1 ആയിരുന്ന സമയത്ത്, C11 ആവുന്ന സമയത്ത് എയുടെ റോ നമ്പർ, എല്ലാത്തിന്റെ റോ നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ സിയുടെ സെക്കൻഡ് നമ്പർ, അതായത് കോളം എലമെന്റ് 1 ആയതുകൊണ്ട് ബി എന്ന് എടുക്കുന്ന എല്ലാ എലമെന്റിന്റെയും കോളം നമ്പർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്ന മെയിൻ ഒബ്സർവേഷൻ. ഓക്കെ, അതിനർത്ഥം ശ്രദ്ധിക്കുക, അതിനർത്ഥം സിയുടെ ijth എലമെന്റ് ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എയുടെ റോ ഇൻഡെക്സ് എല്ലാത്തിനും എന്തായിരിക്കണം? I ആയിരിക്കണം. ഓക്കെ, അതുപോലെ ബിയുടെ കോളം എല്ലാത്തിന്റെയും കോളം ഇൻഡെക്സ് എന്തായിരിക്കണം? J ആയിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായി? C(ij) എന്ന് പറഞ്ഞാൽ ഞാൻ A(i) എന്ന് എടുക്കണം. അതുപോലെ B(second index) J ആയിരിക്കണം. ഓക്കെ, അതുപോലെ എയുടെ ഫസ്റ്റ് ഇൻഡെക്സ് I ആയിരിക്കണം, ബിയുടെ സെക്കൻഡ് ഇൻഡെക്സ് J ആയിരിക്കണം. എയുടെ ഫസ്റ്റ് ഇൻഡെക്സ് I ആയിരിക്കണം, ബിയുടെ സെക്കൻഡ് ഇൻഡെക്സ് J ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ എത്ര പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്? ഇതാണ് ഒരു പ്രോഡക്റ്റ്, ഇതാണ് 2 പ്രോഡക്റ്റ്, ഇതാണ് 3 പ്രോഡക്റ്റ്, അല്ലെ? അപ്പൊ ഇവിടെ എത്ര പ്രോഡക്റ്റ് വന്നു? 3 times ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയത്. അപ്പൊ ആ 3 പ്രോഡക്റ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? കാരണം ഇവിടെ 3 എലമെന്റ്സ് ആണ് റോയിലുള്ളത്, ഇവിടെ 3 എലമെന്റ്സ് ആണ് കോളത്തിലുള്ളത്. അപ്പൊ ഇവിടെയും 3 എലമെന്റ്സിന്റെ, ഇവിടെയും 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 3 എലമെന്റ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും പിന്നെ അഡീഷനും വരും. ഓക്കെ, അപ്പൊ എത്ര മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു തീരുമാനിക്കുന്നത് ആരാണ്? ഈ കോമൺ ഡയമെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ R1 C1 R2 C2 ആണെങ്കിൽ ഈ R2 C1 ആണ് എന്ത് ചെയ്യുന്നത്? എത്ര ടൈംസ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം തീരുമാനിക്കുന്നത്. കാരണം അത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു നമ്പർ നിങ്ങൾക്ക്, ഇത് 0, ഇത് 0, ഇവിടെ 1, ഇവിടെ 1, ഇത് 2, ഇത് 2. ഓക്കെ, IJ നമ്മൾ ഫിക്സ് ആയി. അപ്പൊ ഈ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ എത്ര ടൈംസ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടോ അത്രയും ടൈംസ്. ഇത് ഇതിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് 0, 0 വന്നു. ഇതെന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് 1, 1 വന്നു. ഇതെന്റെ തേർഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് എന്ത് വന്നു? 2, 2 വന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എങ്ങനെ തന്നെയാണ്. ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്. ഓക്കെ, അതുപോലെ ഈ എലമെന്റ് നിങ്ങൾ നോക്കുക, ഫസ്റ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് 0, 0, സെക്കൻഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് 1, 1, തേർഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് 2, 2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. എന്ന് വെച്ചാൽ ഒരു C(ij) ഞാൻ കാണണമെങ്കിൽ, ഓക്കെ, C(ij) ഞാൻ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? A(i0) മൾട്ടിപ്ലൈഡ് വിത്ത് B(0j). അതാണ് എന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അതിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം? A(i1) മൾട്ടിപ്ലൈഡ് വിത്ത് B(1j). Okay, that is the second product. Then I need to add A(1, 2) multiplied with B(2j). Okay,
എന്ന് വെച്ചാൽ ഞാൻ സമ്മറി ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതാണ്. നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് നൊട്ടേഷൻ എത്രത്തോളം ഫെമിലിയർ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ ഐ എം റൈറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ നൊട്ടേഷൻ. ദാറ്റ് ഈസ് ഇഫ് ഐ വാണ്ട് ടു ഫൈൻഡ് സി ഓഫ് ഐ ജെ, ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ. സി ഓഫ് ഐ ജെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദ സമ്മേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് എ ഓഫ് ഐ കെ ഇൻറ്റു ബി ഓഫ് കെ ജെ. ഓക്കെ, ഈ കെയുടെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങണം? കെയുടെ വാല്യൂ 0 തൊട്ട് ഏത് വരെ പോകണം? എത്രയാണോ നിങ്ങൾ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മാട്രിക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മാട്രിക്സ് എത്രയാണോ വരുന്നത് അത്രയും നിങ്ങൾ പോവാം. അപ്പോൾ ഇത് നമ്മൾ 0 തുടങ്ങിയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് C1 - 1 ഓർ R2 - 1. ഈ ഏതൊരു ഇൻഡെക്സിൽ വരെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് the value of C of ij. Okay. ഷഹല പുറത്തൊന്നും തോന്നല്ലേ? ഓക്കെ, എനിവേ, so C of ij എന്ന് പറഞ്ഞാൽ എന്താണ്? A of ik into B of kj. So you have to take the indices of k from 0 to C - 1 or 0 to R2 - 1, C1 - 1 or R2 - 1. ഓക്കെ, ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ ലോജിക്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ C of ij എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? C of ij എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ടിങ് മെട്രിക്സിന്റെ ഓരോ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടാവും? നമുക്കറിയാം അതിൽ R1 നമ്പർ ഓഫ് റോസ് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സിൽ എത്ര റോസ് ഉണ്ടായിരുന്നോ അത്രയും റോസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ സെക്കൻഡ് മെട്രിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ജെ, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം കോളംസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ സെക്കൻഡ് മെട്രിക്സ് എത്രത്തോളം കോളംസ് ഉണ്ടെന്ന് നോക്കിയിട്ട്. ഓക്കെ, അതുപോലെ എത്ര പ്രോഡക്റ്റിനെ തീരുമാനിക്കുന്ന ഏതാണ്? ഈ കോമൺ ഡയമെൻഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സും ആണ് എൻ്റെ എത്ര പ്രോഡക്ട്സ് വരണമെന്ന് തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോജിക് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഐ ക്യാൻ റൈറ്റ് ദ ലോജിക് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് two matrices just like this. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, എനിക്ക് എന്താ കാണുന്നത്? C of ij എന്ന് പറയുന്ന വാല്യൂ ആണ് കാണുന്നത്. ഓക്കെ, C of ij എന്ന് പറയുന്ന വാല്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് C of ij കാണണം. അപ്പോൾ C of ij യിൽ എത്ര റോസ് ഉണ്ടാവും? R1 എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മെട്രിക്സിൽ എത്ര റോസ് ഉണ്ടോ അത്രത്തോളം റോസ് ആയിരിക്കും എന്തിലുണ്ടാവുക? എൻ്റെ റിസൾട്ടിങ് മെട്രിക്സിൽ എത്ര റോസ് ഉണ്ടാവുക? എൻ്റെ റിസൾട്ടിങ് മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ടെന്ന് എന്ത് നോക്കിയിട്ടാണ്? എൻ്റെ സെക്കൻഡ് മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് റിസൾട്ടിങ് മെട്രിക്സിലെ കോളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ C of ij നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ C of ij നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ C of ij യിലെ എല്ലാ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? 0 ആക്കി വെക്കും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് വിചാരിക്കും. ഞാൻ നേരത്തെ എടുത്ത് ആ ഒരു കേസിനെ പറയാം. ഓക്കെ, 1 2 3 4 5 6 ഈ മെട്രിക്സിനെ നിങ്ങൾ 1 2 3 4 2 3 ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര വാല്യൂസ് ഉണ്ടാവും? അത് 2/2 വാല്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിലെ വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ ചെയ്യും. ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുപോയി 0 പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ C of ij = 0 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇറ്ററേഷൻ പറഞ്ഞുതരാം. ഐയുടെ വാല്യൂ 0. ഓക്കെ, തുടക്കത്തിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, തുടക്കത്തിൽ ജെയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? C of ij = 0. അപ്പോൾ C of ij എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C of 0 0. C of 0 0 എന്ന് = 0 എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ 0 ആയി. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നതാണ് ഫോർ k = 1 k less than C1. ഇപ്പം ഞാൻ പറഞ്ഞു ഈ എത്ര പ്രോഡക്റ്റ് ഞാൻ കാണണം? എത്ര പ്രോഡക്റ്റ് കാണണം? നിങ്ങൾ ഈ ഒരു എത്ര പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 3 പ്രോഡക്റ്റ് ഉള്ളത്. ആ 3 എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? 3 എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? എൻ്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ആണ് 3 എന്ന് പറയുന്ന നമ്പർ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ അകത്ത ലൂപ്പ് ഫോർ k = 0 k less than C1 എന്നിട്ട് C1 എന്നിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് R2 എന്ന് വേണമെങ്കിൽ ഇടാം. കാരണം C1 ഉം R2 എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ കെയുടെ വാല്യൂ എന്തായി? 0 ആയി. ഓക്കെ, ഇപ്പൊ കെയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് ഈ ഇക്വേഷൻ എങ്ങനെ വരും? C of 0 0 = ആദ്യം എന്ത് വരും? C of 0 0 പ്ലസ് ഓക്കെ A of ഐയുടെ വാല്യൂ എന്താണ്? 0, കെയുടെ വാല്യൂ എന്താണ്? 0 ഇൻറ്റു B of
into b of k യുടെ വാല്യൂ എന്താണ് 0, I യുടെ വാല്യൂ എന്താണ് അതും 0. Okay. So what am I essentially finding here? ഞാൻ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? Okay. Then C of 0, 0 equal to C of 0, 0 plus A of 0, 0 into B of 0, 0. A of 0, 0 3 ആണ് 1. B of 0, 0 3 ആണ് 1. അത് എന്ത് ചെയ്യും 1 into 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് കാണും. 1 into 1 എത്രയാണ് 1. ഓക്കെ. C of 0, 0 എത്ര കൊടുത്തു 0 കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇത് സംഭവിക്കും 0 plus 1 അതായിരിക്കും എങ്ങോട്ട് പോവാ 0, 0, 0 പോവാ. C of 0, 0 ലോട്ട് പോവാ. ഇവിടെ എന്ത് വന്നു 1 വന്നു. ഓക്കെ. നമുക്കറിയാം 1 അല്ല അവിടെ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും ഇനി അടുത്ത ഇറ്ററേഷനിൽ കെയുടെ വാല്യൂ എന്തായി കെ 0 മുതൽ എന്തായി 2 ആയി മാറി സോറി കെ 0 മാറി 1 ആയി മാറി. ഓക്കെ. അപ്പോഴും ഐ എന്താണ് 0 ആണ്. ഓക്കെ. അപ്പോഴും ഐ ജെ എന്താണ് 0 ആണ്. ഇതും 0, 0 ആണ്. സി ഓഫ് 0, 0 ആണ്. പക്ഷെ കെയുടെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. കെയുടെ വാല്യൂ മാറി എന്ത് സംഭവിക്കും ഇതും മാറും ഇതും മാറും. ഓക്കെ. ഇത് 1 ആവും ഇത് 1 ആവും. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് എ ഓഫ് 0, 1 എ ഓഫ് 0, 1 എന്താണ് 2. Then b of 1, 0 b of 1, 0 ഏതാണ് 3. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യും. വാട്ട് ഈസ് 2 into 3 6. ഓക്കെ. ആ 6 നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യും c of 0, 0 c of 0, 0 നേരത്തെ എത്രയുണ്ട് 1 ഉണ്ട്. സോ ദിസ് വിൽ ബി 1 plus 6. സോ ദിസ് നമ്പർ വുഡ് ബി 7. ഇവിടെ എന്ത് വരും 7 വരും. ഓക്കെ. ഇനി അടുത്ത ഇറ്ററേഷനിൽ കെയുടെ വാല്യൂ എന്താവും കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ലെസ് ദാൻ c1 ആണ്. c1 ഇവിടെ എത്രയാണ് 3 ആണ്. ഓക്കെ. അപ്പോൾ ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 0 to 2 വരെ പോകുള്ളൂ. അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ എന്തായിട്ട് മാറണം കെയുടെ വാല്യൂ 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കെയുടെ വാല്യൂ 2 ആയി മാറി ഇവിടെ എന്തായി മാറി ഇത് 2 ആയി ഇത് 2 ആയി ഇതും 2 ആയി. ഓക്കെ. ഇത് 2 ആയി ഇതും 2 ആയി. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തെന്നു എ ഓഫ് 02 ഇൻറ്റു ബി ഓഫ് 20. ഓക്കെ. എ ഓഫ് 02 എന്ന് പറഞ്ഞ നമ്പർ ഏതാണ് ഇത് ബി ഓഫ് 20 എന്ന് പറഞ്ഞ നമ്പർ ഏതാണ് സെക്കൻഡ് റോ 0th കോളം. ഓക്കെ. ഇത് അപ്പോൾ എന്ത് സംഭവിക്കും 3 into 2 അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടി 6 കിട്ടി. ഓക്കെ. നേരത്തെ സി ഓഫ് 00 എത്രയുണ്ടായിരുന്നത് അത് എത്രയായിരുന്നു 7. ഓക്കെ. അപ്പോൾ 7 + 6 എത്രയാണ് 13. ആ 13 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും അങ്ങോട്ട് പോവാം സി ഓഫ് 00 പോകും. അപ്പോൾ ഇവിടെ എന്ത് വന്നു 13 വന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് വന്നു 13 വന്നു. അതോടുകൂടി എൻ്റെ കെയുടെ ലൂപ്പ് അവസാനിച്ചു. പിന്നെ എങ്ങോട്ട് പോകും ജെയുടെ ലൂപ്പ് 1 ഉള്ളത് 2 ആയി മാറും. ഓക്കെ. ജെയുടെ വാല്യൂ 1 ഉള്ളത് 2 ആയി മാറും. സോ ദിസ് ജെ വുഡ് ബി 1. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നതായിരിക്കും സി ഓഫ് 10. ഓക്കെ. സി ഓഫ് 10 ആയിരിക്കും ഇവിടെ വരുന്ന നമ്പർ 0 of 10. അപ്പോൾ സി ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സി ഓഫ് 10 നമ്മൾ 0 കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വന്നു ഇതാണ് സി ഓഫ് 10 അവിടെ 0 ആയി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഈ ലൂപ്പ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. ഓക്കെ. സോ ദിസ് ഇസ് ദ മെയിൻ ലോജിക് ദാറ്റ് യു നീഡ് ടു റൈറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ KTU സ്കീമിലെ എല്ലാ എക്സാമിനും മേ ബി ഒരു 80% അല്ലെങ്കിൽ 75% ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. പ്രോഡക്റ്റ് ഓഫ് 2 മെട്രിസസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൂപ്പാണിത്. ഓക്കെ. അപ്പോൾ ഈ ലൂപ്പിൽ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റി ഈ എഴുതിയിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഇത് മറക്കുന്നതുകൊണ്ട് മാത്രം ഒരു അര മാർക്കോ 1 മാർക്കോ കുറച്ച് കൊടുക്കാറുണ്ട്. കാരണം സി ഓഫ് ഐ ജെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ക്ലിയർ ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ. സോ ദിസ് ഈസ് ദ ലോജിക് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി കംപ്ലീറ്റ് പ്രോഗ്രാം എങ്ങനെ എഴുതുക എന്നുള്ളതിൻ്റെ ആ ഒരു സ്റ്റെപ്സും കൂടി ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് 2 മെട്രിക്സ് വേണം. ഓക്കെ. അപ്പോൾ 2 മെട്രിക്സ് റീഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ആദ്യം നമ്പർ ഓഫ് റോസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യണം. അതുപോലെ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം read the dimensions of matrix B. Matrix B യുടെ dimension read ചെയ്യുക. That means I need to read R2, I need to read C2, then I can read the matrix B. Okay. അപ്പോൾ matrix B യുടെ number of rows number of columns കിട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും matrix B എനിക്ക് read ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ത് C1 = R2 ആണെന്ന് നോക്കണം. കാരണം അത് ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല. സോ ഐ എം ചെക്കിംഗ് ഇഫ് C1 = R2 ആണെങ്കിൽ എന്ത് ചെയ്യും I will find the product. How to find the product? This is the logic. Okay. How to find the product? This is the logic. Okay. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നിട്ട് പ്രോഡക്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സ് പ്രിന്റ് ചെയ്യുന്ന
പ്രോഗ്രാം നമുക്കറിയാം. ഓക്കെ, പ്രോഗ്രാം സെഗ്മെന്റ് നമുക്കറിയാം. ഇനി C1 ഈക്വൽ ടു R2 അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം, പ്രിന്റ് പ്രിന്റ് മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ല എന്ന് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ഓക്കെ, then we can stop. So this is the steps that we need to follow when we write the program for finding the product of two matrices. Okay, അപ്പോൾ ഞാൻ ഇവിടെ എഴുതി റീഡ് ദ ഡയമെൻഷൻ ഓഫ് മെട്രിക്സ് എ എന്ന് പറഞ്ഞ് ഞാൻ R1 C1 റീഡ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്ത് വരുന്നുണ്ട്, രണ്ട് സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നമ്പർ ഓഫ് റോസ് എൻ്റർ ചെയ്യാനും നമ്പർ ഓഫ് കോളംസ് എൻ്റർ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സ്കാൻഎഫ് നമ്മൾ സ്കാൻഎഫ് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാൻഎഫ് ആക്കി എഴുതിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് യു റീഡ് ദ നമ്പർ ഓഫ് റോസ്, ദെൻ യു റീഡ് ദ നമ്പർ ഓഫ് കോളംസ്. പിന്നെ റീഡ് മെട്രിക്സ് എ, റീഡ് മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് അവിടെ വരുന്നത് അല്ലേ, നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഓക്കെ, പിന്നെ റീഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് പറ്റും, രണ്ട് സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് വരും. ഓക്കെ, ഇനി റീഡ് മെട്രിക്സ് ബി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും, അവിടെ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫൈൻഡ് ദ പ്രോഡക്റ്റിന് എന്ത് വരുന്നുണ്ട്, വീണ്ടും ഒരു 3 ഫോർ ലൂപ്സ് നെസ്റ്റഡ് വരുന്നുണ്ട് അല്ലേ, വീണ്ടും ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പ്രിന്റ് ദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മെട്രിക്സ് പ്രിന്റ് ചെയ്യാൻ എന്തിനാണ്, അവിടെ നമുക്ക് എന്ത് വേണം, നമുക്ക് നെസ്റ്റഡ് ഫോർ ലൂപ്പ് വേണം. ഓക്കെ, പിന്നെ ഇത് പ്രിന്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണം. അപ്പൊ ഇത്രയും വലുതാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്രയും സെഗ്മെന്റ് അതിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇനി പ്രോഗ്രാം കാണിക്കാം, then you will understand how this is done. Okay, I hope you are able to see the screen. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈൻ നോക്കുക. ഫസ്റ്റ് ലൈൻ നോക്കുക, ഞാനിവിടെ എ ഓഫ് 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ്, 10 ആയിട്ട് ഞാൻ മാക്സിമം വരുന്ന ഒരു സൈസ് ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൈസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, then the second one is b of 10. അതാണ് സെക്കൻഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ. then you have c of 10. അതാണ് തേർഡ് മെട്രിക്സിന്റെ ഡയമെൻഷൻ. ഓക്കെ, then you have the variable to read the dimension of the first matrix, that is R1 C1. then you have the variable to read the dimension of the second matrix, that is R2 C2. then you have two loop variables, that is I, J, K. Okay, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, we are reading the dimension of the first matrix. Okay, we are reading the dimension of the first matrix. So that is saying, into the number of rows of the first matrix I am reading R1, into the number of columns of the first matrix I am reading C1. Okay, അത് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്യുക. ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻഎഫ് കൊടുക്കുക. സോ യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് മെട്രിക്സ്. സോ ദ നമ്പർ ഓഫ് റോസ് ഇസ് R1, നമ്പർ ഓഫ് കോളംസ് ഇസ് C1, ആൻഡ് ദ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. ഓക്കെ, സിമിലർലി ഐ ആം പ്രിന്റിംഗ് ടു ആസ്ക് enter the number of rows of the second matrix, enter the number of columns of the second matrix. I am reading those variable to R2 C2. Okay, then I am asking to enter the second matrix or matrix B. രണ്ടാമത്തെ മെട്രിക്സ് ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാം. So I am reading the matrix B. So you can see I am scanf, I am giving the variable ampersand B of ij for scanf. So that will read the values to the matrix B. Okay, പിന്നെ ഞാൻ ചെക്ക് ചെയ്യാണ് if C1 equal to R2, നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സും നമ്പർ ഓഫ് റോസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സും സെയിം ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത ആ മൾട്ടിപ്ലിക്കേഷന്റെ സെയിം ലോജിക്. ഓക്കെ, ഫസ്റ്റ് I equal to 0, I less than R1, J equal to 0, J less than C2, C of ij 0 കൊടുക്കുക, then K equal to 0, K less than C1, then I am implementing C of ij equal to C of ij plus A of ik into B of kj. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം സി ഓഫ് ഐ ജെ കാണണമെങ്കിൽ സി ഓഫ് ഐ ജെയുടെ കൂടെ എ ഓഫ് ഐ കെയും ബി ഓഫ് ഐ കെയും നിങ്ങൾ കൂട്ടുക. ഇവിടെ മാത്രമാണ് കെ വരുന്നത്. ഓക്കെ, കെ ബാക്കിയെല്ലാം ഐ ജെ ആണ്. ഓക്കെ,
അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലൈൻ നിങ്ങൾ കൊടുത്തിരിക്കണം. സി ഓഫ് ഐ ജെക്ക് വേണ്ടിയിട്ട് ഐ ജെയുടെ വാല്യൂ അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അത് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് കറക്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. എന്ത് ചെയ്യും നമ്മൾ? എന്നിട്ട് കൊടുക്കുകയാണ് പ്രിന്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ടു മെട്രിക്സസ് ആർ ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ഇവിടെ വരുന്നതാണ്, ഈ ഇഫിനകത്ത് വരുന്നത്. ഇനി ഇൻ കേസ് C1 നോട്ട് ഈക്വൽ ടു R2 ആണ്, ഞാൻ എന്ത് പ്രിന്റ് ചെയ്യണം? എൽസിനകത്ത് എന്ത് പ്രിന്റ് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത സെയിം എക്സാമ്പിളിന് എടുത്ത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഐ എം റണ്ണിങ് ദിസ് വൺ. Okay, so it is asking me to enter the number of rows of the first matrix. So I'm entering number of rows are 2, number of columns are 3. Okay, enter the first matrix. So the values are 1, 2, 3, 4, 5, 6. Okay, then it is asking me to enter the number of rows of the second matrix. So the second matrix has 3 rows and 2 columns. Okay, so it is 3, 2. Now what are the values? 1, 2, 3, 4. Then the other 2 values were 2 and 3. 2 and 3. Okay, so it is asking, or it is giving us the result. The product of the two matrices are 13, 19, 31, 46. Okay, so നമുക്ക് ഇത് ഏത് നമ്പറിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന. In case if you are running with some other dimension, let's say just like if you are multiplying a 2 by 2 and 3 by 3 matrices, like enter the dimension of the first matrix 2, column 2. So I'm entering 4 values. Okay, so I'm giving another matrix 3 by 3 matrix. So we cannot multiply a 2 by 2 and a 3 by 3. So I'm giving the values 1, 2, 3, 4, 5, 6, 7, 8, 9. So it is showing that matrix multiplication not possible because the dimensions doesn't agree with each other. So we cannot multiply those two matrices. Okay, അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് നന്നായിട്ട് ഇരുന്ന് വായിച്ചു നോക്കണം, because there are several things involved. Probably this would be the largest program we will ever write in our course. ഇതിനേക്കാളും വലിയ പ്രോഗ്രാംസ് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷേ formally this would be the one I will be teaching. I mean number of lines maybe. Okay, so there are 68 lines of code. വലിയൊരു സംഭവം ഒന്നല്ല, നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് കിട്ടിയാൽ better. Okay, അതിനാണ് ഞാൻ ഇത്രയും അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. Okay, so let me stop this discussion and we have 2 other simple problems to discuss. So that would be the next area of focus. So let me just take. Okay, now the next question is to find the transpose of a matrix. Okay, ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കാണുന്നത്? ഓക്കെ, വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഞാൻ എനിക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. സോ യു ജസ്റ്റ് ലിസൺ. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ് എനിക്കൊരു മെട്രിക്സിന് വിചാരിക്കാം. ലെറ്റ്സ് സേ ദ മെട്രിക്സ് എ ഈസ് 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? റോസ് എത്രയാണ്? 2 rows, 3 columns. Okay, and if I say B is equal to A transpose, B എന്ന് പറഞ്ഞാൽ A transpose ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, B is equal to A dash. രണ്ടും ട്രാൻസ്പോസ് തന്നെയാണ്. ഓക്കെ, B equal to A transpose ആണെങ്കിൽ what would be B? B നമ്മൾ എന്ത് എഴുതും? ബിയുടെ പ്രത്യേകത എന്തായിരിക്കും? ഇതിന്റെ കോളംസ് എല്ലാം ഇവിടെ റോസ് ആയി മാറും, ഇതിന്റെ റോസ് എല്ലാം ഇവിടെ കോളംസ് ആയി മാറും. ഓക്കെ, സോ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2/3ക്ക് പകരം എത്ര ആയിരിക്കും? 3/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യം. എന്താണോ ഫസ്റ്റ് മെട്രിക്സിന്റെ റോ അതായിരിക്കും സെക്കൻഡ് മെട്രിക്സിന്റെ കോളം. എന്താണോ ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം അത്രയും നമ്പർ ആയിരിക്കും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ആയിട്ട് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു നോട്ടീസ്. പിന്നെ നമുക്ക് എലമെന്റ് നമ്മൾ സാധാരണ എഴുതി പോകുന്നതാണ്. ഇത് ഈ റോ എത്രയാണോ, അല്ലെങ്കിൽ ഇതൊരു ഇവിടെ നമുക്ക് 1, 4 എന്ന കോളം ആയിട്ടാണ് കാണുന്നത്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എ റോ. ഓക്കെ,
ഇവിടെ 25 എന്ന് പറയുന്നത് ഒരു കോളം ആയിട്ടാണ് കാണുന്നത്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എ റോ. ഇവിടെ 36 ഒരു കോളമാണ്. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് എ റോ. ഓക്കെ. ഇനി വേറെ രീതി പറഞ്ഞാൽ ഇവിടെ 1 2 3 ഒരു റോ ആണ്. അതുകൊണ്ട് ഇവിടെ 1 2 3 എന്തായിരിക്കും? ഒരു കോളായിരിക്കും. ഇവിടെ 4 5 6 ഒരു റോ ആണ്. അതുകൊണ്ട് ഇവിടെ 4 5 6 ഒരു കോളമായിട്ട് മാറും. ഓക്കെ. സോ ദിസ് ഇസ് ദ basic pretty fundamental thing that we have studied in our +1 or +2 classes. Okay. ഇനി ഇതിന്റെ ലോജിക് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇതാണ് എൻ്റെ മെട്രിക്സ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് മൈ ഫസ്റ്റ് മെട്രിക്സ് എ. ഓക്കെ. എ എന്ന് പറയുന്ന മെട്രിക്സിൽ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? എ ഓഫ് 0 0. സെക്കൻഡ് വൺ ഇസ് എ 0 1, ദെൻ എ ഓഫ് 0 2. ദ നെക്സ്റ്റ് വൺ ഇസ് 0 ബി ഓഫ് 1 0, ബി ഓഫ് 1 1, ബി ഓഫ് 1 2. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ മെയിൻ ലോജിക് എന്താണ്? ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? എ ഓഫ് ജെ ഐ ആയിരിക്കും, അല്ലെ? ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് ജെ ഐ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി ലോജിക് ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ, അല്ലെങ്കിൽ വി ഹാവ് ടു നോ. അപ്പോൾ എ ഓഫ് ബി ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഓഫ് 0 0 ആയിരിക്കും. ഓക്കെ. ബി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഓഫ് 1 0. അപ്പൊ നമ്മൾ ഈ ബി എഴുതുന്നത് എന്താണ്? നമ്മുടെ നാച്ചുറൽ ഓർഡർ. അപ്പൊ ബിയുടെ ഇൻഡെക്സ് നിങ്ങൾ നോക്കുക. ഇതാണ് ബിയുടെ 0th റോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഓക്കെ. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് വരുന്ന ഇൻഡെക്സ് എല്ലാം എന്താണ്? ഈ നമ്പർ തന്നെ 0 1 2 0 1 2. ഇനി കോളം നമ്പർ എന്ന് പറയുന്നത് ഇതെന്റെ 0th കോളം, ഇതെന്റെ ഫസ്റ്റ് കോളം. ഓക്കെ. അപ്പൊ ബിയുടെ ഈ 0 ആണ് ഇവിടെയും വരുന്നത്, ഈ 1 തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു പുതിയ മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. അതിനകത്തോട്ട് ഏത് കൊടുക്കുകയാണ്? എയുടെ വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബി എന്തായി മാറും? ഒരു ട്രാൻസ്പോസ് ആയി മാറും. അതാണ് നമ്മുടെ ഐഡിയ. എന്ന് വെച്ചാൽ നമ്മൾ എ തന്നിട്ടുണ്ട്, അതിന് ട്രാൻസ്പോസ് ആയിട്ട് നമ്മൾ ബി കണ്ടുപിടിക്കുകയാണ്. ബി ഇസ് ദ ട്രാൻസ്പോസ്. ഓക്കെ. അപ്പോൾ ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഓഫ് ജെ ഐ ആയിരിക്കും. ഓക്കെ. ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് ജെ ഐ ആയിരിക്കും. അപ്പൊ ഈ ബി ഓഫ് ഐ ജെയുടെ അതിലോട്ടം വരാം. അപ്പോ ബി ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഓഫ് 1 0 ആയിരിക്കും. ബി ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ എ ഓഫ് 1 0. ദെൻ ബി ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ എ ഓഫ് 0 1. ബി ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ എ ഓഫ് 1 1. ദെൻ ബി ഓഫ് 2 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഓഫ് 0 2. ബി ഓഫ് 2 1 എന്ന് പറയുന്നത് എന്താണ്? എ ഓഫ് 1 2. അതാണ് നമ്മുടെ ഈ ലോജിക്ക്. എന്ന് വെച്ചാൽ എ ഓഫ് ബി ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ എ ഓഫ് ജെ ഐ ആയിരിക്കും. അത് നമ്മൾ ട്രാൻസ്പോസ് കാണുന്നതിന്റെ മെയിൻ ലോജിക്. എന്ന് വെച്ചാൽ ഇവിടുത്തെ റോ എന്താണോ അത് ഇങ്ങനെ കോളം ആക്കി മാറ്റുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ എയുടെ ഡയമെൻഷൻ, എയുടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 6ഉം എയുടെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് സിയും ആണെങ്കിൽ what would be the number of rows of B? That would be C. The number of columns of B, that would be R. Okay. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇത് R/C ആണെങ്കിൽ ഇത് എന്തായിരിക്കും? C/R ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലൂപ്പ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് കൺട്രോൾ ചെയ്യുന്ന ലൂപ്പ് നമ്മൾ എവിടെ വരെ റൺ ചെയ്യേണ്ടി വരും? സി വരെ റൺ ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് കോളംസ് കണ്ടുപിടിക്കുന്ന ലൂപ്പ് എവിടെ വരെ റൺ ചെയ്യേണ്ടി വരും? നമ്മൾ 6 വരെ റൺ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ആ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾ ഇവിടെ നോക്കുക. ഞാൻ എൻ്റെ ട്രാൻസ്പോസിന്റെ കോഡ്, ആ ട്രാൻസ്പോസ് കാണാനുള്ള കോഡ് മാത്രം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ട്രാൻസ്പോസ് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ സി. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ നമ്പർ ഓഫ് കോളംസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ. നമ്പർ ഓഫ് റോസ് അല്ല. കാരണം എനിക്ക് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് മെട്രിക്സിന് നമ്പർ ഓഫ് കോളംസ് ആണ്, സെക്കൻഡ് മെട്രിക്സിന് നമ്പർ ഓഫ് റോസ് ആയിട്ട് വരും. അതുകൊണ്ട് ഐ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഏതുവരെ ഇൻക്രിമെന്റ് ചെയ്യുന്നുള്ളൂ? സി വരെ മാത്രമേ ഞാൻ ഇൻക്രിമെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. So I'm giving here I equal to 0, I less than C, I plus plus. Then for j equal to 0, j less than R, j plus plus. നമ്മൾ B of ij കണ്ടുപിടിക്കണം. B of ij എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? A of j i ആണ്. ഓക്കെ. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ എഴുതിയാൽ മതി. So once you print the value of B, or once you print the matrix B, what you will get is you will get the transpose of A inside B. അപ്പോൾ നമ്മൾ B പ്രിന്റ് ചെയ്യുന്ന സമയത്ത് that will be the transpose of B. Okay. അപ്പോൾ ഈ ലോജിക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഹൗ ക്യാൻ വി റൈറ്റ് ദ പ്രോഗ്രാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ നമ്മൾ റീഡ് ചെയ്യാം. റീഡ് ദ ഡയമെൻഷൻ ഓഫ് മെട്രിക്സ് എ. എയുടെ ഡയമെൻഷൻ ഞാൻ R1C1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് RC എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ വി ആർ റീഡിങ് ദ ഡയമെൻഷൻ ഓഫ് ദ മെട്രിക്സ് എ. ദെൻ റീഡ് മെട്രിക്സ് എ. ഓക്കെ.
ആദ്യം നമ്മൾ ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ റീഡ് ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? that will compose of 2 scanf അല്ലെങ്കിൽ ഒരു scanf. ഓക്കെ, ഞാൻ 2 scanf എന്ന് എഴുതാം. നമ്മൾ പഠിച്ച വെച്ചിട്ട് 2 scanf എഴുതാം. ഇനി റീഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ നെസ്റ്റഡ് ഫോർ ലൂപ്പ്. ഓക്കെ, പിന്നെ ഫൈൻഡ് ദ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്ത് തന്നെയാണ്? അത് നെസ്റ്റഡ് ഫോർ ലൂപ്പാണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ലോജിക്. ഇനി പ്രിന്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് തന്നെയാണ്? നെസ്റ്റഡ് ഫോർ ലൂപ്പ് വരുന്നത്. ഓക്കെ, ഇതും ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പിന്റെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ 3 നെസ്റ്റഡ് ഫോർ ലൂപ്പും 2 സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാകും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് ഐഡിയ, ദാറ്റ് ഈസ് ബി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ജെ ഐ. ഓക്കെ, ആ ഒരു ലോജിക്ക് മാത്രമാണ് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് മീ ഷോ യു ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? 2 മെട്രിക്സിന് വേണ്ടി സ്പേസ് അലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഐ എം ഗിവിംഗ് ദ സ്പേസ് ഫോർ ദ ഫസ്റ്റ് മെട്രിക്സ് ആസ് എ ഓഫ് 10 10 ദെൻ ബി ഓഫ് 10 10. ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ ഐ ജെ ഒന്നൊന്ന് ദയവ് ചെയ്ത് എഴുതരുത്. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഓക്കെ, നിങ്ങളുടെ കംപ്ലീറ്റ് ക്രെഡിബിലിറ്റി അവിടെ പോകും. ഓക്കെ, എപ്പോഴും പറയുന്നത് ഇവിടെ നിങ്ങൾ ലിറ്ററലി ഒരു 2 നമ്പേഴ്സ് ആണ് എഴുതേണ്ടത്. 100 100 എന്നോ 1000 1000 എന്നോ എന്ത് വേണം നിങ്ങൾ എഴുതിക്കോ, ബട്ട് ദാറ്റ് നീഡ്സ് ടു ബി ദ നമ്പർ. ഓക്കെ, ഒരു വലിയ നമ്പർ 10 50 20 100 എന്ത് വേണമെങ്കിൽ കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് കൂടെ വേണം. നമുക്ക് എന്താ ട്രാൻസ്പോസ് കാണാനുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രോഡക്റ്റ് ആയിരുന്ന സമയത്ത് ഒരു സിയും കൂടി വേണമായിരുന്നു. ഇത് പ്രോഡക്റ്റിന്റെ പ്രോഗ്രാം അല്ല, അതുകൊണ്ട് നമുക്ക് സി വേണ്ട. ദെൻ ഐ ഹാവ് ആർ സി ഐ ജെ. ആർ എന്തിനായിരുന്നു? നമ്പർ ഓഫ് റോസ് സ്റ്റോർ ചെയ്യാൻ. സി എന്തിനായിരുന്നു? നമ്പർ ഓഫ് കോളം സ്റ്റോർ ചെയ്യാൻ. ഈ ഐ എന്തിനാണ്? ഒരു ഫോർ ലൂപ്പിന്റെ ഫസ്റ്റ് ഫോർ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ. ജെ എന്ന് പറയുന്നത് അടുത്ത ഫോർ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡയമെൻഷൻ റീഡ് ചെയ്യാൻ, റീഡിങ് ദ ഡയമെൻഷൻ ഓഫ് ദ മെട്രിക്സ്. സോ enter the number of rows of the matrix, then enter the number of columns of the matrix. Okay, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് എങ്ങനെ ചെയ്യുന്ന ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് കൊടുക്കണം enter the dimension of the matrix എന്ന് കൊടുക്കുക. ഓക്കെ, enter the dimensions of the matrix. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഒറ്റ സ്കാൻഫ് കൊടുക്കാം. സ്കാൻഫിനകത്ത് എന്ത് വരും? സ്കാൻഫ് 2% എഴുതുക. %d %d. ഇവിടെ എന്തൊക്കെ കൊടുക്കണം? ആംപർസെൻഡ് ആർ കോമ ആംപർസെൻഡ് സി. 2 വേരിയബിൾ നമ്മൾ റീഡ് ചെയ്യുന്നു. സോ ആംപർസെൻഡ് ആർ കോമ ആംപർസെൻഡ് സി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് വരുന്ന വാല്യൂ ആറിലോട്ടും സെക്കൻഡ് വരുന്ന വാല്യൂ സിയിലോട്ടും പോകും. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്, ബട്ട് ഐ യൂഷ്വലി റൈറ്റ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. യു ക്യാൻ റൈറ്റ് ദ അതർ വേ ഓൾസോ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? മെട്രിക്സ് റീഡ് ചെയ്തു, മെട്രിക്സിന്റെ ഡയമെൻഷൻ റീഡ് ചെയ്തു. പിന്നെ നമ്മൾ മെട്രിക്സ് റീഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ മെട്രിക്സ് റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ പറഞ്ഞിരുന്നു. സോ ദാറ്റ് ഈസ് എ നെസ്റ്റഡ് ഫോർ ലൂപ്പ് വേർ ദിസ് വുഡ് ബി ആർ ആൻഡ് ദിസ് വുഡ് ബി സി ആൻഡ് ഐ എം റീഡിംഗ് ദ വാല്യൂസ് ടു എ ഓഫ് ഐ ജി. ഓൾറൈറ്റ്, ദെൻ ഐ ഹാവ് ടു ഫൈൻഡ് ദ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ ഐ എന്ന് പറയുന്ന വേരിയബിൾ എവിടെ കൊടുക്കണം? അല്ലെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂ എവിടെ വരെ പോകണം? സി വരെ പോകാൻ പാടും. കാരണം സി എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ് ആണ്. പക്ഷേ മെട്രിക്സ് ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് അത് എന്തായി മാറും? നമ്പർ ഓഫ് റോസ് ആയി മാറും. ഓക്കെ, ഇതുപോലെ ഇത് ആർ എന്ന് കൊടുക്കുക. ദെൻ ഐ എം റൈറ്റിംഗ് ബി ഓഫ് ഐ ജെ ഈക്വൽ ടു എ ഓഫ് ജെ ഐ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ബിക്കകത്ത് എന്ത് കിട്ടി? ട്രാൻസ്പോസ് കിട്ടി. ദെൻ ഐ എം പ്രിന്റിംഗ് ദ മെട്രിക്സ്. സോ വെൻ ഐ പ്രിന്റ് ദ മെട്രിക്സ് ഇറ്റ് ഈസ് ഫോർ ഐ ഈക്വൽ ടു 0 ഐ ലെസ് ദാൻ സി. എന്തുകൊണ്ട് വീണ്ടും ഇവിടെ സി വന്നത്? കാരണം നമ്മൾ ട്രാൻസ്പോസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോസിൽ സി നമ്പർ ഓഫ് റോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതേ ലോജിക് തന്നെ. ഓക്കെ, for I equal to 0 I less than C I plus plus, for j equal to 0 j less than R j plus plus, I am printing B of ij. B ആണ് എൻ്റെ values ഉള്ളത്. Then you know what is this printf slash n is doing, because that will print the values into another line. Okay, new line print ചെയ്യും. So finally I can write the return statement, and if I execute this, so it is asking me to enter the number of rows of the matrix. So let's say I'm entering 2, enter the columns of the matrix 3, and enter the matrix. So I'm writing the giving the values 1 2 3 4 5 6. Okay,
1 2 3 4 5 6 ഞാൻ കൊടുത്തത് എന്തായിട്ടാണ് ഒരു 2/3 മെട്രിക്സ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് എന്തായിട്ട് വരുന്നത് നോക്കുക നിങ്ങൾ. എന്തായിട്ടാണ് വരുന്നത്? ഒരു 3/2 മെട്രിക്സ് ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യാം. സംതിങ് ലൈക്ക് transpose of the given matrix is എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ പ്രിന്റ് ചെയ്താൽ താഴെ അത് കാണാൻ പറ്റും. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പൻ. ഞാനിവിടെ ഒരു 3/3 മെട്രിക്സ് എൻ്റർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റോൾ എലമെന്റ് 1 ഞാൻ സ്പേസ് ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. 1 2 3. അടുത്ത റോൾ എലമെന്റ് 4 5 6. അടുത്ത റോൾ എലമെന്റ് 7 8 9. നിങ്ങൾക്ക് സ്കാനഫിൽ ഇതുപോലെ വാല്യൂ സ്പേസ് ഇട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റർ കീ തന്നെ വേണമെന്നില്ല. ഒരു വാല്യൂ എൻ്റർ ചെയ്ത് സ്പേസ് ഇട്ട് കൊടുത്താലും നിങ്ങൾ സ്കാനഫ് ഓരോ വാല്യൂ എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് എന്താണ് 1 2 3 4 5 6 7 8 9 നിങ്ങൾ എൻ്റർ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണ് 1 4 7 2 5 8 3 6 9. ഓക്കെ, എന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്തതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, so that is how you can find the transpose of a given matrix. Okay, ഇനി എനിക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി, അതായത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. Let me share that. Okay, that is to find the sum of diagonal elements of a square matrix. Find the sum of diagonal elements of a square matrix. Okay, so അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, suppose that I have a matrix, ഒരു square matrix എന്ന് വിചാരിക്കുക. Let's say the matrix is 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇങ്ങനെയാണ് എൻ്റെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിചാരിക്കും. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആവുന്ന മെട്രിക്സാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് റോ? നമ്പർ ഓഫ് റോ എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് മൈ മെട്രിക്സ് എ. ഓക്കെ, ഇതിൽ വരുന്ന ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഡയഗണൽ എലമെന്റ് ആണ്, 6 ഡയഗണൽ എലമെന്റ് ആണ്, 3 ഡയഗണൽ എലമെന്റ് ആണ്, 8 ഡയഗണൽ എലമെന്റ് ആണ്. എനിക്ക് എന്ത് ചെയ്യണം? ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ കാണണം. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി 1 + 6 + 3 + 8. ഓക്കെ, എത്ര വരും? 1 + 3 എന്ന 4 + 6 18 വരും. ഓക്കെ, അപ്പോൾ എനിക്ക് 18 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്? സെയിം ആണ്. ഓക്കെ, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട? രണ്ടും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നമ്പർ ഓഫ് റോസ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ വേരിയബിൾ റീഡ് ചെയ്താൽ തന്നെ എന്ത് കിട്ടും? ഡയമെൻഷൻ കിട്ടും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് റോസ് ഓർ നമ്പർ ഓഫ് കോളം ആൻഡ് ബോത്ത് ഓഫ് ദം വിൽ ബി ദ ഈക്വൽ നമ്പർ. ഓക്കെ, ഇനി ഈ ഒരു ഡയഗണൽ എലമെന്റ് പ്രത്യേകത എന്താണ്? ഡയഗണൽ എലമെന്റ് പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞേ? വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ഡയഗണൽ എലമെന്റ്? അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റിന്റെ ഇൻഡെക്സിന്റെ പ്രത്യേകത എന്താ? 1 1 2 2. Yes, that is suppose that this is very good. This is my matrix A. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A of 0 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വുഡ് ബി A of 1 1. ഇനി ഈ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് A of 2 2. ഇനി ഈ 8 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A of 3 3. ഓക്കെ, എന്ന് വെച്ചാൽ എൻ്റെ റോ നമ്പറും കോളം നമ്പറും എന്താണ്? സെയിം ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആദ്യം എത്രത്തോളം നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ എത്രത്തോളം നമ്പർ ഓഫ് കോളംസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഞാൻ എന്താ മതി? A ഓഫ് സെയിം ഇൻഡെക്സ് വരുന്ന അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഐ ജസ്റ്റ് ഹാവ് ടു ആഡ് A ഓഫ് I അല്ലേ? A ഓഫ് I അങ്ങ് ആഡ്. കാരണം ഇത് I ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് എന്തായിരിക്കണം? അത് I ആയിരിക്കണം. അങ്ങനെ വരുന്ന സംഗതികൾ മാത്രം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ എനിക്ക് ആക്ച്വലി 2 ഫോർ ലൂപ്പിന്റെ ആവശ്യമില്ല. ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഐ വിൽ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 I = 0
I less than n. n എന്ന് കൊടുക്കാൻ കാരണം എന്താണ്, ഞാൻ ഈ ഡയമെൻഷൻ n by n ആയിട്ട് റീഡ് ചെയ്യുന്ന വിചാരിക്കും. നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞ് n എന്ന് വിചാരിക്കുക, i പ്ലസ് പ്ലസ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത n ന്റെ വാല്യൂ 4 എന്ന് വരും. ഇവിടെ n ന്റെ വാല്യൂ 4 ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ i ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ i എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? ഇറ്റ് വിൽ ബി വേരിയിങ് ഫ്രം 0 to 3. 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് അതിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ, സപ്പോസ് ദാറ്റ് ഇഫ് ഐ എം റൈറ്റിംഗ് സംതിങ് ലൈക്ക് a of i, a of i എന്ന് കൊടുത്താൽ ഐയുടെ വാല്യൂ 0 ആവുന്ന സമയത്ത് എനിക്ക് ഏത് എലമെന്റ് കിട്ടും? a of 0 0 കിട്ടും അല്ലെ, a of 0 0 കിട്ടും. ഇനി ഐയുടെ വാല്യൂ 2 ആയി എന്ന് വിചാരിച്ചോ, ഐയുടെ വാല്യൂ 2 ആയി എന്ന് വിചാരിച്ചോ, സോറി ഐയുടെ വാല്യൂ 2 അല്ല, ഐയുടെ വാല്യൂ 1 ആയി എന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്ക് കിട്ടുന്ന എലമെന്റ് ഏതായിരിക്കും? a of 1 1. ഓക്കെ, ഇനി ഐയുടെ വാല്യൂ 2 ആയാലോ എനിക്ക് എന്ത് കിട്ടും? a of 2 2. ഐയുടെ വാല്യൂ 3 ആയാലോ a of 3 3. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? സം കിട്ടും. സോ what I'm doing is I will be just writing here sum equal to sum plus a of i. ഓക്കെ, ഞാൻ പുറത്ത് എന്ത് ചെയ്യുക? സമ്മിന് വാല്യൂ 0 കൊടുക്കുക. ഓക്കെ, സമ്മിന് വാല്യൂ 0 കൊടുക്കുന്ന സമയത്ത് ആദ്യം സമ്മ് തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? 0 എന്നായിരിക്കും. സോ ഫസ്റ്റ് ഇറ്റ് വിൽ പിക്ക് ദ നമ്പർ വാട്ട്? a of 0 0. a of 0 0 എത്രയാണ്? 1. സോ ദാറ്റ് 1 വിൽ ബി given to the sum. ഓക്കെ, അടുത്ത സമയത്ത് ഞാൻ പിക്ക് ചെയ്യുന്ന നമ്പർ എത്രയാണ്? 6. So that will be added with the sum. Sum of 1. So 1 plus 6 will be now 7. Okay. Then I will add this number 3. So what is that number? So this is 3. That is a of 2 2. So 3 plus 7 would be added. That would be what? 10. Okay. Then finally the value of I would be 3 here. So this will be getting giving the value a of 3 3. And that a of 3 3, the value is 8. That 8 would be added to the 10 which we have already in the sum. So 8 plus 10 would be now 80. Okay, so that is how we can find the sum of diagonal elements. Okay, ഞാൻ പ്രോഗ്രാം ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എനിക്ക് 2 ഡയമെൻഷൻ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സ്ക്വയർ മെട്രിക്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് റോസ് ഓർ നമ്പർ ഓഫ് കോളംസ് ഞാൻ റീഡ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഒറ്റ വാല്യൂ ഞാൻ റീഡ് ചെയ്യാം. എന്നിട്ട് യൂസറോട് മെട്രിക്സിലെ വാല്യൂ എൻ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ മെട്രിക്സിലെ വാല്യൂ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് മതി? എനിക്കിവിടെ സെപ്പറേറ്റ് ആറും സിയും അല്ലെങ്കിൽ R1 C1 ഒന്നും കൊടുക്കേണ്ട. രണ്ടും എന്താണ്? n ആണ്. കാരണം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്താണ്? സെയിം ആണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക? a of ij റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ i = 0 to n വരെ റൺ ചെയ്യാന്ന് വെച്ചാൽ 0 to n-1 വരെ പോവും. സം ഈക്വൽ ടു സം ഓഫ് a of i. ഓക്കെ, a of i നമ്മൾ ആഡ് ചെയ്യുന്ന കാരണം നമുക്കറിയാം സ്ക്വയർ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സിന്റെ നമ്പർ ഓഫ് കോളം ഇൻഡെക്സും നമ്പർ ഓഫ് റോ ഇൻഡെക്സും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 2 ലൂപ്പ് വെച്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? യു ക്യാൻ റൈറ്റ് ഫോർ i = 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഓക്കെ, അടുത്ത ലൂപ്പിൽ അങ്ങനെ എഴുതും. ഫോർ j = 0, j ലെസ് ദാൻ n, j പ്ലസ് പ്ലസ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഐയുടെയും ജെയുടെയും വാല്യൂ സെയിം ആണെന്ന് നോക്കണം. സോ ഐ ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇഫ് i = j. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം ഞാൻ എന്ത് ചെയ്യാം? സം ഈക്വൽ ടു സം പ്ലസ് a of ij ഇങ്ങനെ കൊടുക്കാം. സോ ദാറ്റ് വിൽ ഓൾസോ ഗിവ് യു ദ വാല്യൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട? 2 ഫോർ ലൂപ്പ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇഫിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഡയഗണൽ എലമെന്റ് ആണെങ്കിൽ ഐയും ജെയും സെയിം ആയിരിക്കണം. രണ്ടും പോകുന്ന എവിടെ മുതൽ എവിടെ വരെ തന്നെയാണ്? 2 പോകുന്ന n വരെ തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട? 2 സെപ്പറേറ്റ് ലൂപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. So I can just use a single for loop to find the sum of diagonal elements. And finally, I will be printing this sum over here. So it will be showing the sum of diagonal elements is equal to %d sum. Okay. Now let me quickly show you how this program is working. And after that, we can leave. Now I'm taking Chrome tab. This fellow. So I hope you can see the screen. Okay, so we have the matrix and n to read the dimension, ij to read the matrix. Okay,
then we have the sum equal to 0 in the beginning. കാരണം sum 0 കൊടുത്തില്ലെങ്കിൽ ഈ സമ്മിൽ ഏതെങ്കിലും വേറെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ our final result will be wrong. Okay. So here I'm writing the number of rows or columns. Here I'm reading the matrix. Then here I'm finding the sum of the diagonal elements. And here finally I am printing the sum of diagonal elements. Let me quickly run this one. Run. Okay. So enter the number or number of columns of the matrix. So I enter in 4 and enter in. Okay. So enter the matrix. So I'm giving the value 1, 2, 3, 4. Okay. Again 1, 2, 3, 4. Again 1, 2, 3, 4. Again 1, 2, 3, 4. What is the value? The diagonal is 1 plus 2, 3, 3 plus 3, 6, 6 plus 4, 10. Sum of diagonal elements equal to 10. Okay. So this is how we can find the sum of diagonal elements of a matrix. Okay. With that, I would like to stop for today. പലരും ആരൊക്കെയോ പുറത്ത് മാർക്കറ്റിലെങ്ങാനും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. Anyway, yeah. All right. So let's face it. Let me just take your attendance. Give me your numbers, then you can leave. Okay. Please wait. Roll number. നിങ്ങൾ പ്രസന്റ് ആയ നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓരോരുത്തരും പറഞ്ഞു. ഓർഡർ തന്നെ പറഞ്ഞു. ഫസ്റ്റ് ഐശ്വര്യ തൊട്ട് തുടങ്ങിക്കോ. 5. Okay. 6. 7. 7. എത്രയാ? 9. 9. അടുത്താള് 11. 11. 12. 12. 14. 14. 15. 15. 17. 17. 19. 19. 20. 20. 21. 21. 22. 22. 23. 23. 24 ഇല്ല, 25 ഇല്ല, 26 ഇല്ല. 26. 24, 25, 26, 27. Okay. 28. 28. 29. 29. Okay. കഴിഞ്ഞോ? മെൽവിൻ ജോസ്, മെൽവിൻ ജോഹാൻ. ഓക്കെ, ബാക്കിയെല്ലാവരും ആബ്സെന്റ് അല്ലേ? ശരി. All right, you can leave. Thank you. Thank you, sir. Thanks. Thank you, sir. Thank you. Thank you, sir. Thank you.